എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മളുടെ ബ്ലോക്കിന്റെ എപ്പിഡമോളജിസ്റ്റ് ആണ്. ഈ സെഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഈ പദ്ധതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞന്ന് നല്ലോണം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോ ഈ മൂന്ന് വെച്ചാൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും ദയാ ഹോസ്പിറ്റലും തൃശ്ശൂർ മെഡിക്കൽ കോളേജും കൂടി ചേർന്നിട്ടാണ് ഈ പദ്ധതി നടക്കുന്നത്. അപ്പോൾ ഇതില് നിങ്ങൾ ഫീൽഡിൽ സർവേ എല്ലാവരുടെ ഇത് പറയുന്നത് നമ്മുടെ ഇത്രയും കൂടുതൽ ആൾക്കാരെ സ്ക്രീൻ ചെയ്തിട്ട് നമ്മളെ ഈ ഒരു ഇലക്ഷനെക്കാട്ടിലും മുന്നേ നമ്മൾ കൂടുതൽ ആൾക്കാരെ സ്ക്രീൻ ചെയ്യുക, നമ്മുടെ പെരുമ്പടപ്പ് ബ്ലോക്കിലുള്ള എല്ലാ ആൾക്കാരെയും സ്ക്രീൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം കൂടി അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫീൽഡിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാനാണ് എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഒരു വർക്ക്. അപ്പോൾ ഫീൽഡിൽ പോകുന്ന കാര്യങ്ങൾ, ഫീൽഡിൽ എങ്ങനെ പെരുമാറണം എന്നൊന്നും നിങ്ങളുടെ അടുത്ത് ആർക്കും പറഞ്ഞുതരും. കാരണം നിങ്ങൾ ഫീൽഡിൽ നിങ്ങൾക്കുള്ള അത്ര എക്സ്പീരിയൻസ് വേറെ ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾ ഫീൽഡിൽ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, ഫാത്തിമ ഡോക്ടർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, നമ്മൾ ഗൂഗിൾ ഫോം ആയിട്ട് പോകുമ്പോൾ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു 2-3 കോപ്പി ഇതിന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് ഈ കോപ്പി വെച്ചിട്ട് നമുക്ക് പോയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നെറ്റിന്റെ പിന്നെ നമുക്ക് നെറ്റ് അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചോദ്യങ്ങള് ഏറ്റവും, അതായത് ഇപ്പോ നമുക്ക് പ്രസീദ ഡോക്ടറും ഫാത്തിമ ഡോക്ടറും പറഞ്ഞു തന്നു, ഒരു 10-70 ചോദ്യങ്ങളുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, അങ്ങനെ അല്ലെങ്കിൽ അനിയത്തി, ചേച്ചി, നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 5-10 പേരെയാണ് നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ, എല്ലാവരും ഈ പെരുമ്പടപ്പ് ബ്ലോക്കിലുള്ളവരാണല്ലോ, അപ്പൊ അങ്ങനെ കുറച്ച് പേരെയാണ് ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യനെയർ നമുക്ക് നല്ലൊരു പരിചയമാവും ചെയ്യും നമ്മൾ വീട്ടിൽ തന്നെ ആദ്യം ചോദിച്ചു തുടങ്ങിയാല്. പിന്നെ ഈ സർവേയിൽ പോകുമ്പോൾ ഈ കുറെ സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് പറഞ്ഞു തരാൻ മടിയുണ്ട്, അവർ കുറച്ച് മാറ്റി പറയുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നവർ വലിക്കുന്നില്ല, മദ്യപിക്കുന്നവർ മദ്യപിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ള കുറച്ച് പരാതികൾ കിട്ടി. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ പദ്ധതിന്റെ ഉദ്ദേശം എന്താണ്. അതായത് ക്യാൻസറിന് എപ്പോഴും ഒരു കുറച്ച് പേടിയോടെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ ഈ പദ്ധതിന്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി നടത്തുന്നത്. നമ്മുടെ നാട്ടില് ഈ പെരുമ്പടപ്പ് ബ്ലോക്കിൽ ഇപ്പോ 600 പേരോളം ക്യാൻസർ ചികിത്സയിലുണ്ട് പ്രസന്റ്ലി. അപ്പൊ ഇത്രയും ഒരു ക്യാൻസർ നമ്മളെല്ലാവരുടെയും വീടിന്റെ അടുത്തെത്തിയിട്ടുള്ള ഒരു രോഗമാണ് എന്നുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള അതായത് തുടർ ചികിത്സയും തന്നെ അതിന്റെ തുടർ പരിശോധനയും തുടർ ചികിത്സയും നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതും ഈ സർവേന്റെ ഉദ്ദേശം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒന്നും കൂടി കൂടുതലായിട്ട് നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞ് നല്ലോണം സഹകരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോ ഒരു നിങ്ങളിപ്പോ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ ചിലപ്പോ 30 വയസ്സിന് മീതുള്ള എല്ലാവരും ആ വീട്ടിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പൊ 30 വയസ്സായിട്ടുള്ള ആൾക്കാർ കുറച്ച് പേര് ജോലിക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ആ വീട്ടിലൊരു 5 പേരാണ് 30 വയസ്സിലുള്ളൂ വെച്ചെങ്കിൽ ഒരു 3 പേര് അവിടെ ഇല്ല എന്നെങ്കിൽ അവരെ ഫോൺ നമ്പർ നമ്മൾ മേടിച്ചു വെക്കാം. ഫോൺ നമ്പർ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്തിട്ട് വേണമെങ്കിൽ കൂടി എൻ്റർ ചെയ്യാം ആ അവൈലബിൾ അല്ലാത്ത ആൾക്കാരനെ. നമ്മൾ ഇതെല്ലാം പെട്ടെന്ന് വരെ സ്ക്രീനിങ് നമ്മൾ വേഗം കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയ വീടുകൾ പിന്നെ വീണ്ടും തിരിച്ച് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. പിന്നെ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ്, അതിലുള്ള ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഡോക്ടർ നിങ്ങൾക്ക് നല്ലോണം പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ ടെസ്റ്റുകൾ എന്താണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ലളിതമായ ഭാഷയിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓരോ വീട്ടിലും എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല അത്യാവശ്യം ഒരു ഫോം എല്ലാം കണ്ട ഫില്ല് ചെയ്യാൻ അറിയാവുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സ്വയം പൂരിപ്പിക്കാൻ പറ്റുന്ന അത്രയും ഒരു ഈസി ആയിട്ടുള്ള ഉണ്ട് ഇല്ല എന്നുള്ള ചോദ്യങ്ങൾ പോലത്തെ അത്ര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 1-2 ക്വസ്റ്റ്യനെ സംശയമുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് തന്നെ സ്വയം ഫില്ല് ചെയ്യാൻ മാത്രം ഈസി ആയിട്ടുള്ള ഫോമുകളാണ്. പിന്നെ നിങ്ങളായിട്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ആ ഫോമിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നമ്പറുകളും ഓരോ അക്കങ്ങളും അതിൻ്റെതായ ശ്രദ്ധയോടെ ചെയ്യുക. അപ്പം ഒരു വയസ്സായാലും അങ്ങനെ നമ്പറുകളായാലും നമ്മൾ അത് ഫോണിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ
അതിന്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും, കാരണം ഈ ഡാറ്റ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആരെയൊക്കെ ഇതിന് ക്യാമ്പിന് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യാത്ത ടെസ്റ്റുകൾക്ക് വിളിക്കണം എന്നുള്ളത് ഇത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അതിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അല്ലെങ്കിൽ ആ ചോദ്യാവലി കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആരെ വേണമെങ്കിലും വിളിക്കാം, നമ്മൾ ആര് വേണമെങ്കിലും അത് ക്ലിയർ ആക്കി തരും. അപ്പോൾ നല്ലോണം ഇപ്പോ അന്നത്തെ ഒരു മീറ്റിംഗിൽ പറഞ്ഞ ഒരു ചേച്ചി, ഇപ്പോ ഡോക്ടർ പറഞ്ഞ മാതിരി ഞങ്ങൾ കോവിഡ് വാക്സിൻ ആണെന്നാ വിചാരിച്ചത് HPV. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആര് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് അപ്പൊ തന്നെ ക്ലിയർ ആക്കി തരാം. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്ന ഡാറ്റേന്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളൂ.